ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതിപ്പം ആ ഒരു മാരേജിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ കേട്ടോ, അതായത് മാരേജിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം എല്ലാവരും ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാം റെഡിയായി. കാരണം ഒരു 8:30-9 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി സാരി ഒരു ബ്യൂട്ടി പാർലർ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ബ്യൂട്ടി പാർലറിൽ തേക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയാൻ പാടില്ല, പിന്നെ ഇത്താത്താക്ക് സാരി ഉടുക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത് താനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ബ്യൂട്ടി പാർലർ അവിടുത്തെ ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ സാരി കൊണ്ട് കൊടുത്തു, സാരി മാത്രം ഉടുക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്താൽ മതി. അങ്ങനെ സാരിയൊക്കെ നല്ലോണം ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ ചേച്ചി അതൊക്കെ ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കാര്യമില്ലാതായിപ്പോയിരുന്നു എനിക്ക്. ഇത്താത്താക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക്. അങ്ങനെ ഞങ്ങൾ മൊത്തമൊക്കെ റെഡിയായി. ഒരു 9-9:30 തന്നെ പോകാൻ വേണ്ടി റെഡിയായി. കുറച്ച് പേര് ബസ്സിന്, ട്രാവലർ, പിന്നെ ആങ്ങള വേറെ കാറിൽ, ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ വേറൊരു വണ്ടി എടുത്തിട്ട് അവരുടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം അവനെ അവരുടെ കൂടെ വിട്ടിട്ട് പകുതി കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞങ്ങളുടെ കാറിനകത്തേക്ക് കയറ്റിയത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇക്കാക്കയൊക്കെ ആയിട്ട് പോവാട്ടോ. അപ്പോൾ ഇതായിരുന്നു ഔട്ട്ഫിറ്റ്. ഷാള് ഒക്കെ പാത്തു, എൻ്റെ മെയിൻ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ, സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞിട്ട് പാത്തു എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാളും സാരിയൊക്കെ വലിച്ചു കുത്തി ആ ഉടുത്തതും എല്ലാം എൻ്റെ കല്യാണത്തിന് അതായത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മൊത്തം കുളവായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 11:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ 11:30 അല്ല, ഒരു 12:15 ആയപ്പോഴത്തേക്കിനും നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ നേരെ ആംഗ്ലേനെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ആക്കിയിട്ട് അവിടുന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പാത്തു ഇരിക്കുന്ന കാരണം എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാൻ പറ്റണ്ടായില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഞാനല്ല, എൻ്റെ ആപ്പാടെ മോനാണ് കേട്ടോ. പക്ഷേ ഞാൻ ആ പരിസരത്തൊന്നുമില്ല. കാരണം പാത്തു ഭയങ്കര കരച്ചിലായിട്ട് ഞാൻ പാത്തുവിനെയും കൊണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. പാത്തുവിന് ഈ ആൾക്കാർ കൂടുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു കരച്ചിലാണ്. അത് കാരണം ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സായിപ്പോയി. അങ്ങനെ ചെറുക്കനിക്ക് മോതിരമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതേപോലെ അവർ സ്വീകരിക്കാനായിട്ട് എല്ലാവരും കൂടെ കുറേ റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും, പിന്നെ അവൻ്റെ കൂട്ടുകാരന്മാർ ബാക്കിൽ കുറേ സ്മോക്കൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എന്തായാലും കാണാൻ. അങ്ങനെ കയറി വന്നു കഴിഞ്ഞ് പെണ്ണ് ഈ സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. ചെറുക്കൻ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും പെണ്ണ് വരുന്നത്. അപ്പോൾ ചെറുക്കൻ വന്നു കഴിഞ്ഞപ്പോൾ ആങ്ങളമാരെല്ലാവരും കൂടെ, അവിടുത്തെ ആങ്ങളമാരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് പെണ്ണിനെ നമ്മൾ കൊണ്ടുവരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് പെണ്ണിൻ്റെ മാമ കൈ പിടിച്ച് കൊണ്ടുവരുന്ന ഇരുത്തലാണ്. അങ്ങനെയാണ് ചെയ്യിക്കാറ്. അപ്പം പെണ്ണിൻ്റെ മാമ കൊണ്ടുവന്നിരുത്തി. ഞങ്ങൾ നാത്തൂമാരെല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ആങ്ങളയ്ക്ക് ഞങ്ങൾ 2 പേര് അടക്കം ബാക്കി ഒരു 4 പേരും കൂടെ ഉണ്ട്. അതായത് മൂത്താപ്പാമാരുടെ മക്കൾ ആയിട്ടുള്ള. അപ്പോൾ അവർ നാത്തൂമാരാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി. അപ്പോൾ താലികെട്ടിൻ്റെ സമയത്ത് നാത്തൂമാരായിരിക്കും താലി കെട്ടാൻ വേണ്ടിയിട്ട് അതായത് ചെയ്തു കൊടുക്കുന്നത്. അവനിങ്ങനെ താലി വെക്കും, നമ്മളതൊന്ന് പ്രസ് ചെയ്ത് മുറുക്കിയൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ, ഉപ്പ, മൂത്താപ്പ, പിന്നെ ഇത്താത്തമാർ, അതായത് ഞങ്ങളുടെ ബാക്കിയുള്ള നാത്തൂമാർ, ഇക്കാക്ക, മാമ, ആൻറ്റി, വെല്ലുമ്മ, മക്കൾ, അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റേജിൽ നിറഞ്ഞിട്ടുണ്ട്. അതായത് താലികെട്ടിൻ്റെ ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയ്യിൽ കണ്ടില്ല, പാത്തു ഇരിക്കുന്ന കാരണം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റണ്ടായില്ല. അപ്പം ഞാൻ താലി ഇത്താത്താടെ അടുത്ത് പറഞ്ഞു, നീ എന്നാൽ വെച്ചു കൊടുത്തോ, ഞാൻ കെട്ടുന്നില്ല, എനിക്ക് കുഴപ്പമില്ല, നീ എന്നാൽ ചെയ്തോളാൻ പറഞ്ഞു. അതായത് ഇത്താത്ത എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേറെ മുത്താപ്പന്മാരുടെ മക്കളൊക്കെ ആങ്ങളമാരുള്ള, അപ്പോൾ അവർക്കൊക്കെ താലികെട്ടി ആവുക്കും. അപ്പം ഞാൻ ആർക്കും ഇതുവരെയായിട്ടും താലി കെട്ടുന്നതിനായിട്ട് കൂട്ടുന്നിട്ടില്ല. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ പാത്തു ആ സമയത്ത് ഇങ്ങനെ പണി ഒപ്പിച്ച കാരണം എനിക്ക് ആ ഒരു സംഭവം മിസ്സായിപ്പോയി. പക്ഷെ ആ സമയത്ത് ഇക്കാക്ക വന്നിട്ട് പാത്തുവിനെ എടുത്തുകൊണ്ട് പോയത് കാരണം എനിക്ക് പിന്നെ ആ താലികെട്ടിൻ്റെ സമയത്ത് അവിടെ നിന്ന് അതിൻ്റെ കൂടെ സഹായിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നു. ഇക്കാക്ക അവിടെ നിന്നപ്പോഴത്തേനും പാത്തു ബഹളാന്ന് കണ്ടപ്പോൾ പാത്തുവിനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പിന്നെ ഞാനും ഇത്താത്തയും കൂടെ അവൻ താലി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താലിയൊക്കെ ഇട്ട് നല്ല മുറുക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തലയിൽ തട്ടം ഈ രീതിക്ക് കെട്ടുമ്പോൾ നമ്മളത് പൊക്കിയൊക്കെ കൊടുത്തില്ലെങ്കിൽ താലി കറക്റ്റായിട്ടുമില്ല. പിന്നെ താലി കെട്ടുമ്പോൾ അതേപോലെ തന്നെ താലി ലോക്കറ്റ് മറിയാനൊന്നും പാടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഇപ്പം ആങ്ങളമാർക്ക് താലിയിട്ട്. ഇത്താത്താന്ന് പറയുമ്പം ബാക്കിയുള്ള മറ്റേ മുത്താപ്പന്മാരുടെ മക്കൾക്കൊക്കെ ചെയ്ത ശീലമുള്ള കാരണം കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നാത്തൂനിക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. താലി മറിയാൻ പാടില്ലല്ലോ, താലി മറിയുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്.
അങ്ങനെ പിന്നെ താലിയൊക്കെ കെട്ട് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ അമ്മായിമ്മ, അതായത് ആങ്ങളുടെ അമ്മായിമ്മ പാല് കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ഗ്ലാസ്സിൽ പാലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ പാല് കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊടുത്തു. പിന്നെ പെണ്ണിനെ മോതിരിടുന്നത്, അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ താലിയെട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നു. കാരണം ഈ പാത്തുവിൻ്റെ ബഹളം കാരണം എനിക്ക് ഈ ഒരു സാരിയിലൊക്കെ ആണെങ്കിലും ഫോട്ടോ എടുക്കാനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് നേരം ഫോട്ടോ 3-4 ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബൊക്കെ മാലയും കൂടെ തമ്മിലിടുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവള് മാല ഇട്ട് കൊടുക്കുന്നു, പിന്നെ ആങ്ങള ബൊക്ക കൊടുക്കുന്നു, അങ്ങനത്തെ. അപ്പോൾ ആ സമയത്ത് അത് പെണ്ണിൻ്റെ ആങ്ങളമാരാട്ടോ. അവന്മാരവിടെ നിന്നിട്ട് തീ കത്തിക്കലും ബഹളമൊക്കെ. ഞാൻ ഓർത്തുന്ന സ്റ്റേജ് മൊത്തം അവന്മാർ കത്തിക്കുമെന്ന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാത്തൂന്മാരല്ലേ, ഇതാണ് ഞങ്ങളുടെ നാത്തൂൻ സെറ്റുകൾ മൊത്തം. അതായത് ഇപ്പോഴത്തെ ഈ പെണ്ണിൻ്റെ നാത്തൂന്മാർ, അതായത് മൂത്താപ്പാടന്മാരുടെ മക്കളും ഞങ്ങളും എല്ലാം കൂടെ നാത്തൂന്മാർ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ജംസ് മിഠായി പൊട്ടിച്ചിട്ട പോലത്തെ ഒരു തോന്നലൊക്കെ തോന്നും. ഇത് ആങ്ങളുടെ കൂട്ടുകാരന്മാരാട്ടോ. അവന്മാരുടെ ഔട്ട്ഫിറ്റായിരുന്നു, അതിനകത്ത് പച്ച, നീല, മഞ്ഞ, മൊത്തം ഒരു മഴവില്ലല്ലേ, ഒരു കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ജംസ് മിഠായി പൊട്ടിച്ചിട്ട് എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ ഇക്കാക്കയൊക്കെ അവിടെ നിൽപ്പുണ്ട്, ആ ഒരു ബ്ലാക്ക് കുർത്തയിട്ടേക്കുന്നത് എൻ്റെ ഇക്കാക്ക കേട്ടോ. ഇവന്മാരാണെങ്കിൽ ആ മറ്റേ പോപ്പർ ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ പൊട്ടില്ല, ആകെ നാളം കെട്ട് നാറി. പിന്നെ ഇക്കാക്ക അത് കുത്തി പൊട്ടിച്ച് മൊത്തം അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ഒരു സെക്ഷൻ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ പെണ്ണിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സെക്ഷൻ ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നു. ഫുഡ് ബീഫ് ബിരിയാണി, ഐസ്ക്രീം, ബീഫ് ബിരിയാണി, പിന്നെ സദ്യ ഉണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴ സദ്യ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സദ്യ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അവിയലൊക്കെ. അത് കാരണം ഞാൻ കുറച്ച് അവിയലൊക്കെ മേടിച്ച്, അതാണ് ആ ചെമ്പ് ലാസ്റ്റത്തെ പന്തിയിലാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഇരിക്കുന്നത്. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെ അപ്പോഴാണ് കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇറങ്ങി. ഇത്രയും ദൂരം ഉള്ളത് കാരണം ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ രണ്ടുപേരും അടിച്ച് ഓഫായിരുന്നു. അതായത് ഇത്രയും നേരത്തെ ആ ഒരു, നമുക്കൊക്കെ അറിയാമല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കാരണം ആ ഒരു ക്ഷീണവും ഉറക്കമില്ലായ്മയും എല്ലാം കൂടെ ആയിട്ട് രണ്ടും കൂടെ അടിച്ച് ഓഫായിരുന്നു. ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത്താത്ത വേറെ വണ്ടിയിലായിരുന്നു. അപ്പോൾ അവളെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമായിരുന്നു, ഇവർ രണ്ടുപേരും അടിച്ച് ഓഫാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഫോട്ടോ ചേട്ടൻ പറഞ്ഞ് നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും ഔട്ട്ഡോർ ആയിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാം, എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി ധൃതിയിലാണ്, കാരണം ഇവിടുന്ന് ചെന്നിട്ട് വേണം റിസപ്ഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് നമ്മുടെ ഒരു വീഗാലാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. സമയവും ഇല്ല, പക്ഷെ എന്താണേലും ഫോട്ടോ എടുക്കുകയും വേണം. അധികം ഫോട്ടോ ഒന്നും കിട്ടാത്ത കാരണം ചേട്ടൻ പറഞ്ഞ് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കുന്ന കേട്ടോ. എടുക്കാൻ നേരത്താണെങ്കിൽ അവനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മല്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കമൻ്റ് അടിക്കുമല്ലേ. ലാസ്റ്റ് പിന്നെ എങ്ങനെയൊക്കെ 3-4 ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി വീട്ടിൽ ചെന്നിട്ട് റിസപ്ഷനൊക്കെ ഒരുങ്ങി അങ്ങനെ പോകണം. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു കല്യാണത്തിൻ്റെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.